ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ നേർക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനിലാണ്. പിന്നെ കോർപ്പറേഷനോട് ചോദിക്കുന്നത് കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലേ? അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ ഒരു ചോദ്യമുണ്ട്. തിരുവനന്തപുരം മേയർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, BJPയുടെ തിരുവനന്തപുരം മേയർ എന്ന് പ്രത്യേകിച്ച് പറയണം. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? എന്തിനാണ് നിങ്ങൾ കുടിവെള്ളത്തിന് കോർപ്പറേഷനിലേക്ക് വരുന്നത്? എന്തിനാണ് കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ ബില്ലടക്കുന്നുണ്ടല്ലോ, വാട്ടർ അതോറിറ്റിയിലല്ലേ ബില്ലടക്കുന്നത്? വാട്ടർ ബില്ലടക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ. അപ്പോൾ വെള്ളം തരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാട്ടർ അതോറിറ്റിക്കല്ലേ? ചോദ്യം കറക്റ്റാണ്, ഉത്തരവും കറക്റ്റാണ്. ആരുടെ? വി രാജേഷിന്റെ. ഇതാണ് BJP ഇപ്പോൾ പറയുന്നത്. ഈ ന്യായം നമുക്ക് എല്ലാത്തിലും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലോ? വാട്ടർ അതോറിറ്റിയെ പോലെ തന്നെ KSEB ഉണ്ട്. KSEBക്ക് പണം നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടി, തെരുവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി. കറണ്ട് ബില്ലടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് ചാർജ് നൽകുന്നുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്താതിരുന്നാൽ, തെരുവിളക്ക് കത്താതിരുന്നാൽ എന്തിനാണ് കോർപ്പറേഷനെ കുറ്റപ്പെടുന്നത്? ജനങ്ങൾ KSEBയോടല്ലേ ചോദിക്കേണ്ടത്? ജനങ്ങൾ KSEBയുടെ മുന്നിലേക്കല്ലേ മാർച്ച് നടത്തേണ്ടത്, സമരം നടത്തേണ്ടത്? എന്തിനാണ് കോർപ്പറേഷന് മുന്നിലേക്ക് വരുന്നത്? ഈ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇതൊക്കെ നാളെ വി രാജേഷ് എന്ന കോർപ്പറേഷൻ മേയർ ചോദിക്കാൻ ഇടയുള്ള ചോദ്യങ്ങളാണ്. മറ്റൊരു ചോദ്യം, മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം ആരുടെ ഉത്തരവാദിത്വമാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മന്ത്രി അടക്കം ഉണ്ട്, ജലവിഭവ വകുപ്പിന് മന്ത്രിയുണ്ട്, KSEBക്ക് മന്ത്രിയുണ്ട് എന്നതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരള സർക്കാരിന്റെ വകുപ്പാണ്. അവർക്കല്ലേ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉത്തരവാദിത്വം? അവർക്കല്ലേ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഉത്തരവാദിത്വം? നഗരം വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിനല്ലേ? നിങ്ങൾ എന്തിനാണ് കോർപ്പറേഷനോട് ചോദിക്കുന്നത്? നഗരം നാറുന്നു, വൃത്തിയാക്കുന്നില്ല, ഓടകൾ വൃത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തിന് കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്നു? ഈ ചോദ്യം നാളെ ചോദിക്കും ആര്? വി രാജേഷ്, BJP മേയർ, കോർപ്പറേഷൻ മേയർ. ഇതാണ് അവസ്ഥ. എന്നാൽ ഇങ്ങനെ ആയിരുന്നോ നേരത്തെ? നേരത്തെ BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷമായിരുന്നു. അങ്ങനെ പ്രതിപക്ഷമായിരിക്കുന്ന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഒരു സമരമുണ്ട്. ആ സമരത്തിൽ എന്തൊക്കെയാണ് മേയർക്കെതിരെ, കോർപ്പറേഷനെതിരെ പറഞ്ഞത്? കുടിവെള്ള പ്രശ്നത്തിൽ തന്നെ പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. നാളെ രാവിലെയോടുകൂടി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലേ? രാവിലെ മുതൽ കുടിവെള്ളം പുനഃസ്ഥാപിച്ചെങ്കിൽ മേയർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ തടഞ്ഞുകൊണ്ടുള്ള ശക്തമായ സമരത്തിലേക്ക് കൗൺസിലർമാർ മുന്നോട്ട് പോകും. അന്ന് പ്രശ്നം മേയറാണ്, പക്ഷേ ഇന്ന് പ്രശ്നം മേയറല്ല. ഇതാണ് BJPയുടെ രീതി. BJP അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? തിരുവനന്തപുരത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് 45 ദിവസത്തിനകം തയ്യാറാക്കും. 6 മാസത്തോടടുക്കാറായി. 45 ദിവസമൊക്കെ പണ്ടേ കഴിഞ്ഞു. ആ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി വന്ന് റിലീസ് ചെയ്യും, ജനങ്ങളോട് പറയും. അതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കേരളത്തിന്റെ തലസ്ഥാന നഗരം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന നഗരമാക്കി ഞങ്ങൾ മാറ്റും. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എല്ലാം പോയി. ബ്ലൂ പ്രിന്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, നഗരസഭ നാറാൻ തുടങ്ങി, മാലിന്യ നിർമ്മാർജ്ജനം പാളി, കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുന്നു, എവിടെയും വെള്ളം എത്തിക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. BJP വന്നാൽ എല്ലാം മാറും എന്ന് പറഞ്ഞ BJP ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ മാറ്റുകയല്ല, നാറ്റിക്കുകയാണ് ചെയ്യുന്നത്.